ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് രാവിലെ നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ. ഇന്നും സ്കൂളുണ്ട്. ഇന്ന് ഫസ്റ്റ് സാറ്റർഡേ ആണ്, പക്ഷേ സ്കൂളുണ്ട്. ഇന്ന് കുറച്ച് മഞ്ഞുമുണ്ട്, അതുപോലെ തന്നെ നല്ല തണുപ്പുമുണ്ട്. അപ്പം മോൻ സ്കൂളിൽ പോയി. അപ്പോൾ അവനെ വിട്ടിട്ട് ഞാൻ ബാൽക്കണിയിൽ വന്നു കഴിഞ്ഞപ്പം ഒരു റോസപ്പൂ ഒക്കെ വിരിഞ്ഞപ്പോണ്ട് കുറച്ച് മുട്ടക്കായി വന്നിട്ടുണ്ട്. പിന്നെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ആണെങ്കിൽ ബോഗൺവില്ല നിറച്ച് പൂവാണ്. പിന്നെ ഞാൻ നട്ടിട്ടുള്ള പുതിന കണ്ടോ, നന്നായി പിടിച്ചു വന്നിട്ടുണ്ട്. പുതിന ഞാൻ വെച്ചോടത്തൊക്കെ പിടിച്ചു വന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ കറിവേപ്പിലൊക്കെ നന്നായി വന്നിട്ടുണ്ട്. പഴത്തിൻ്റെ തൊലിയൊക്കെ ഇട്ട് വെച്ചിട്ട് ഒരു 3 മാസം ഞാൻ ഒരു കുപ്പിയിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാനിതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ തന്നെ അത്യാവശ്യം നന്നായിട്ട് വളർന്നിട്ടുണ്ട്. ഇന്ന് അവധി ദിവസമാണ്. അപ്പം അധികം ആൾക്കാരെ ഒന്നും നടക്കാമെന്ന് കണ്ടില്ല. കാരണം ഇന്ന് പച്ചക്കറിയൊക്കെ വരുന്ന ദിവസമാണ്. അപ്പോൾ ഇതാ രാവിലെ കുറച്ച് പേര് നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങ് ദൂരെ നടന്നു വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വേഗം കയറിപ്പോന്നു. എനിക്കിനി ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കണം. പിന്നെ വീടിൻ്റെ ഉള്ളിൽ ഞാൻ കുറേ ചെടികൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചെടികളൊക്കെ വെള്ളമൊക്കെ പെട്ടെന്ന് വറ്റിപ്പോകുന്നുണ്ട്. 3 ദിവസം ആകുമ്പോഴത്തേനും വെള്ളം വറ്റിപ്പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് ഞാൻ ഒഴിക്കാറില്ല. ഒഴിച്ച് കഴിയുമ്പോൾ താഴേക്ക് ഊർന്ന് വരും. അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം മാത്രമേ ഒഴിച്ച് കൊടുക്കാറുള്ളൂ. അപ്പോൾ ഇത് ഈ ഒരു ചെടി ഇച്ചിരി തളർന്നു പോയി. ഇതിൻ്റെ ചുവട്ടിലും കുറച്ച് മണ്ണൊക്കെ കുറവായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ മണ്ണൊക്കെ ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. വീടിൻ്റെ ഉള്ളിൽ അത്യാവശ്യം നന്നായിട്ട് ചെടികൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ ചെടികളിലും ഇത് ലക്കി പ്ലാന്റ് ആണ്. അപ്പോൾ എല്ലാ ചെടികളിലും വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഇത് മണി പ്ലാന്റ് ഉണ്ട്. പിന്നെ ഇത് ക്രോക്കറി യൂണിറ്റിൻ്റെ മേലെ ഞാൻ ലക്കി പ്ലാന്റ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മണി പ്ലാന്റ് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നതായതുകൊണ്ട് മേലെ വെച്ചാൽ ഭംഗി ഉണ്ടാവുള്ളൂ. അങ്ങനെ എല്ലാ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിച്ചതിന് ശേഷം വന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഇടിയപ്പമാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ പൊടികളൊക്കെ കൂടുതൽ വാങ്ങിക്കുന്നത് ഇങ്ങനെ ക്രോക്കറി യൂണിറ്റിൽ ഇങ്ങനെ വലിയൊരു ബക്കറ്റിലൊക്കെ ആക്കിയിട്ടാണ് വെക്കുന്നത്. അപ്പോൾ അരിപ്പൊടി തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അരിപ്പൊടി ബക്കറ്റിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ചെറിയ പാക്കറ്റുകൾ, ജീരകം, കടുക് അങ്ങനത്തെ ഒക്കെ ഇതുപോലത്തെ ഒരു ബാസ്ക്കറ്റിൽ വയ്ക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എടുക്കാനും ഇനി എന്തൊക്കെയാണ് തീർന്നതെന്നൊക്കെ നോക്കാനൊക്കെ എളുപ്പമാണ്. അപ്പോൾ ഞാൻ ഇടിയപ്പം കുഴയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ കെറ്റിലാണ് വെള്ളം ചൂടാക്കി, നന്നായിട്ട് ചൂടായി വരും കെറ്റിൽ. അപ്പോൾ ആ ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമുക്ക് പൊടി കുഴച്ചെടുത്താൽ മതി. അപ്പം ഞാൻ എപ്പോഴും ഈ ഒരു ബൗൾ കണക്കാക്കി ആ ബൗളിലാണ് പൊടിയെടുത്ത് ഇടിയപ്പത്തിനൊക്കെ എടുത്ത് കുഴയ്ക്കുക. ഇടിയപ്പമാണെങ്കിലും പുട്ടാണെങ്കിലും ഒക്കെ ഒരു ബൗൾ വെച്ചിട്ടുണ്ട്. ആ ബൗളിനനുസരിച്ച് അതിന് നിറച്ചുള്ള പൊടിയാണ് എടുക്കുക. അപ്പോൾ ഇടിയപ്പത്തിനുള്ള പൊടിയൊക്കെ ഞാൻ കുഴച്ച് കഴിഞ്ഞു. അപ്പോൾ പാൽ അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പുറകോട്ട് നോക്കുന്നത്. അപ്പോൾ പാൽ ഞാൻ വേഗം വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് പാൽ ഓഫ് ചെയ്ത് അത് മൂടി വെച്ചു. അപ്പോൾ ഇത് ഇടിയപ്പത്തിനുള്ളത് ഞാൻ ഒന്ന് കുഴച്ചതിന് ശേഷം മൂടി വെച്ചു. എന്നിട്ട് ഇന്ന് തണുത്ത് വരുമ്പോൾ നമുക്ക് കൈകൊണ്ട് നന്നിട്ട് കുഴച്ചെടുക്കാൻ പറ്റും. ഇനി കുറച്ച് നെയ്യ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നെയ്യ് ഉരുക്കാൻ വേണ്ടിയുണ്ട്. അപ്പം ഞാൻ എപ്പോഴും ഒരു ബൗൾ നിറഞ്ഞ് വരുമ്പം തന്നെ നെയ്യ് ഉരുക്കിയെടുക്കും. ഇത് പാലിൻ്റെ പാട എടുത്ത് സൂക്ഷിച്ച് വെച്ചതാണ്. അതുകൊണ്ടാണ് ഞാൻ അത് മിക്സിയിലിട്ട് അടിച്ച് കഴിയുമ്പോൾ നല്ല വെണ്ണയായിട്ട് വരും. അതാണ് ഞാൻ നെയ്യ് ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്നത്. നമുക്ക് ഈസിയാണ് അത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിത് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് വെണ്ണയായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു ചെരുവത്തിൽ നല്ല തണുത്ത വെള്ളം എടുക്കുക, അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല ഉരുട്ടിയെടുത്ത് വെണ്ണയാക്കി എടുക്കാം. ഇപ്പം ഞാനിതാ വെണ്ണയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ഉരുക്കിയെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ പാലിൻ്റെ പാട വെണ്ണയാക്കി എടുത്ത് ഒരു ചീനിച്ചട്ടി വയ്ക്കുക. ചീനിച്ചട്ടിയോ ഇതുപോലത്തെ ഒരു പാനോ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ വെണ്ണയാക്കി എടുത്തത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൽ ഉരുക്കിയെടുക്കണം. നന്നായി ഉരുക്കി അതിൻ്റെ ആ പിശിടെന്ന് പറയും, ഈ വെണ്ണയുടെ ആ കട്ടിയായിട്ടുള്ള ഭാഗമെല്ലാം ഉരുക്കി ഇന്ന് കറുത്ത് വരണം. അപ്പോൾ നെയ്യ് ഉരുക്കി മാറിയും വരും. അപ്പോൾ ആ ഒരു പാകമാകുമ്പോൾ നമുക്ക് സ്റ്റൗവിൽ ഓഫ് ചെയ്യാം. രാവിലെ ഇടിയപ്പത്തിന് ഞാൻ പ്രോൺസ് മപ്പാസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് കാഷ്യൂനട്ട് ഒന്ന് അരച്ചെടുത്തു. ഞാൻ ഇന്നലെ വൈകുന്നേരം പ്രോൺസ് മപ്പാസ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഇച്ചിരി കൂടെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് കാഷ്യൂനട്ടും കൂടെ അരച്ച് ചേർത്തത്. ഇപ്പോൾ കണ്ടോ, നല്ല കട്ടിയായിട്ട് നമ്മൾ തലേദിവസം കുറുമ ഉണ്ടാക്കി മപ്പാസ് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്ത് പോവുകയാണെങ്കിൽ കുറേ പണി നമുക്ക് പെട്ടെന്ന് തീർന്ന് കിട്ടും. അതുപോലെ നമ്മുടെ കിച്ചൺ എപ്പോഴും നല്ല വൃത്തിയായിട്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ പ്രോൺസ് മപ്പാസ് വെച്ചതിന് ശേഷം ഇനി ഇടിയപ്പം ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ട തേങ്ങ ഞാൻ ഫ്രീസറിലാണ് എപ്പോഴും തേങ്ങ അധികം എടുത്ത് സൂക്ഷിച്ച് വെക്കുക. അപ്പോൾ അതൊന്ന് നമുക്ക് കട്ടയൊന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ അതിനുള്ള ഓപ്ഷൻ ഓവനിലുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തേങ്ങ ഓവനിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ നെയ്യ് ഏകദേശം ഒന്ന് ഉരുകി വന്നിട്ടുണ്ട്. അത് നമ്മളൊരു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക, അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാനിത് തുണി അലക്കാനിട്ടു. അപ്പോൾ നമ്മൾ കുറച്ച് പണി അതിൻ്റെ ഇടയ്ക്ക് രാവിലെ തന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും ഏകദേശം ചെയ്തിരിക്കും. അല്ലെങ്കിൽ പിന്നെ അന്നത്തെ ദിവസം ഒന്നും ശരിയായിട്ട് പോവില്ല. അപ്പോൾ ഇതാ നമ്മുടെ നെയ്യ് കണ്ടോ ഉരുകി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇത്ര നെയ്യ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ വാങ്ങുന്നത് നന്ദിനിയുടെ ബ്ലൂ പാക്കറ്റ് മിൽക്കാണ്. അതിൽ നിന്നുള്ള പാടയാണ് ഞാൻ എടുത്ത് വയ്ക്കുന്നത്. അപ്പോൾ ഇത് ഇത്രയും നെയ്യ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ചൂടാറിയതിന് ശേഷമാണ് കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുത്തേക്കുന്നത്.
ഇടിയപ്പം റെഡിയായി. അപ്പം ബ്രേക്ക്ഫാസ്റ്റിന് ഉള്ള എല്ലാം റെഡിയായി. ഇനി ചായയും കൂടെ ആക്കിയാൽ മതിയായിരുന്നു. അപ്പോൾ ഇത് ചായ ആക്കി. അപ്പോൾ നല്ല കടുപ്പത്തിലുള്ള ചായ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഒരാൾ സ്കൂളിൽ പോയി, പിന്നെ ഞങ്ങൾ 3 പേരുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം തുണി അലക്കിയത് ഞാൻ വിരിച്ചിടുവാണ്. അതിൻ്റെ ഇടയ്ക്ക് തോർത്തിലൊക്കെ കുറച്ച് ഉജാലയൊക്കെ മുക്കിയിടാമെന്ന് വിചാരിച്ചു. ചില സമയത്താണ് എനിക്ക് അങ്ങനെയൊക്കെ തോന്നുള്ളൂ. അപ്പോൾ അന്ന് ഞാൻ തോർത്തിൽ കുറച്ച് ഉജാലയൊക്കെ ഒന്ന് മുക്കിയിടുകയാണ്. അപ്പോൾ ഇന്ന് ബീഫ് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പം ഹസ്ബൻഡും മോനും കൂടെ ബീഫ് വാങ്ങിക്കാൻ പോയേക്കുവാണ്. അപ്പോൾ അപ്പോഴത്തേനും എനിക്ക് കുറച്ച് പണികൾ ചെയ്ത് തീർക്കാനുണ്ട്. എന്നോട് ഉള്ളി അരിഞ്ഞ് വറുത്ത് വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി ചതയ്ക്കണം, ഇഞ്ചി ചതയ്ക്കണം, പിന്നെ പച്ചമുളകും കൂടി ഇട്ടിട്ട് ഇത് 3 കൂടി ഒന്നിച്ചിട്ട് ഒന്ന് ചതച്ച് വെക്കണം. ഇത്രയും പണി ഞാൻ അവർ വരുമ്പോഴത്തേനും ചെയ്യണം. അപ്പോൾ ഞാനതുകൊണ്ട് വേഗം അരിഞ്ഞൊക്കെ വെക്കുകയാണ്. സവോള അരിയാൻ വേണ്ടി നോക്കുമ്പോൾ സവോള ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങൾ ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും സാധനം ഒന്ന് ഒതുക്കിയെടുക്കണം. ഒതുക്കി എന്ന് പറഞ്ഞാൽ ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ഇത്രയും ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഞാനൊരു 8 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഇത് ചെറിയ പച്ചമുളക് ആയതുകൊണ്ട് നല്ല എരിവുണ്ട്. അപ്പോൾ ഇത്രയും വെള്ളമൊന്നും ചേർക്കാണ്ട് തന്നെ ഒന്ന് ചതച്ചെടുക്കണം. ഇതുണ്ടാവും നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് ഇതൊക്കെ. അപ്പോൾ ഞാനിതാ സവോള വേഗം അരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ എല്ലാത്തിനും തൊലിയൊക്കെ കളഞ്ഞു. ഒരു 5 സവോള വറുത്തെടുക്കാൻ വേണ്ടി അരിയണം. അപ്പോൾ ഇതുപോലെ നീളത്തിലാണ് അരിയുന്നത്. ഞാനിപ്പോൾ ഈ കട്ടിംഗ് ബോർഡിലാണ് അരിയുന്നത്. എനിക്കതാണ് ഇപ്പോൾ ഈസി. സവാള ഇതാ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി കൈ കൊണ്ട് ഞാൻ എല്ലാം ഒന്ന് വിടുവിച്ച് കൊടുക്കുകയാണ്. അപ്പം നമുക്ക് പെട്ടെന്ന് വറുത്തെടുക്കാൻ പറ്റും. ഇതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തു. ഇപ്പം നേരത്തെ ഉണ്ടാക്കിയ നെയ്യാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു സവാള വറുത്ത് കഴിയുമ്പം ഇതിലാണ് നമ്മൾ ബീഫിൻ്റെ മസാല ഉണ്ടാക്കുന്നതും അരി വേവിച്ചെടുക്കുന്നതൊക്കെ ഈ ഒരു എണ്ണയിലാണ്. അപ്പോൾ അതിന് കണക്കാക്കിയിട്ടുള്ള എണ്ണയാണ് ഞാനിപ്പോൾ ഒഴിച്ചേക്കുന്നത്. ആദ്യം നമുക്ക് ബിരിയാണിക്ക് വേണ്ട അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഒന്ന് വറുത്തെടുത്ത് മാറ്റി വയ്ക്കാം. അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഒന്ന് മാറ്റി വയ്ക്കാൻ പോവാണ്. ഇല്ലെങ്കിൽ നമ്മൾ ബിരിയാണിയിൽ ഇടാൻ നേരത്തെ ഇതൊന്നും ഉണ്ടാവില്ല. അപ്പം ഞാനിത് മാറ്റി വയ്ക്കട്ടെ. അരി ഞാൻ 2.5 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഈ ഗ്ലാസ്സിന് എപ്പോഴും 2.5 ഗ്ലാസ്സാണ് എടുക്കുന്നത്. ഇത് നന്നായിട്ട് കഴുകിയിട്ട് നമുക്കൊന്ന് കുതിർത്തിടാം. 15 മിനിറ്റോളം നമ്മളിതൊന്ന് കുതിർത്തിടണം. അതിനുശേഷം വെള്ളം പോകാൻ വേണ്ടി വാർത്തിടണം. ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. സവോള ഇതുണ്ടോ ഒരു ഗോൾഡൻ കളറായി വരുന്നുണ്ട്. നമുക്ക് ഇതൊന്ന് കോരിയെടുക്കാം. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ കരിഞ്ഞു. ബൗളിലേക്ക് നമുക്ക് കോരാം. ഇതിൽ നിന്ന് കുറച്ച് എണ്ണ എടുത്ത് മാറ്റി വയ്ക്കണം. എന്നിട്ട് വേണം ഇതിൽ നമുക്ക് ചോറുണ്ടാക്കാം. അപ്പോൾ ബിരിയാണിക്ക് വേണ്ട മസാല എടുത്ത് വെക്കാം. ഗരം മസാല ഞാനിത് 2 ദിവസം മുന്നേ പൊടിച്ചതാണ്. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഇത്രയാണ് വേണ്ടത്. ഈ മല്ലിപ്പൊടി ഇട്ടേക്കുന്ന കുപ്പി പൊട്ടിപ്പോയി, അതുകൊണ്ടാട്ടോ അതിൽ പേരെഴുതാതെ പുതിയ കുപ്പി വെച്ചേക്കുന്നത്. മല്ലിയിലയും പിന്നെ പുതിനയിലയും ഒന്ന് അരിഞ്ഞെടുത്ത് മാറ്റി വയ്ക്കണം. ഞാൻ തക്കാളിയും കൂടെ ഒന്ന് അരിഞ്ഞെടുത്ത് വെക്കുകയാണ്. അപ്പം ഞാൻ ബിരിയാണിക്ക് വേണ്ടതെല്ലാം എടുത്ത് വെച്ചു. ഇനി ഞാൻ ഈ വാങ്ങിച്ചുകൊണ്ട് വന്ന് മല്ലിയിലയും ഇതൊക്കെ ഒന്ന് എടുത്ത് വെക്കട്ടെ. മുളക്, ഇതിൻ്റെ മേലൊരു പേപ്പർ കൂടെ വയ്ക്കാം. മല്ലിയില തീർന്നായിരുന്നു. ഇനി അത് മാറ്റി വേറെ എടുക്കാം. പൊട്ടിച്ചത് നമുക്ക് ഇതിനകത്തേക്ക് കൊടുക്കാം. ഇതേപോലെ ഇങ്ങനെ ഇതുണ്ട്, ഹോളുണ്ട്. അതുകൊണ്ട് ഇതിൽ വെള്ളം നിൽക്കത്തില്ല. പ്ലാസ്റ്റിക്കിൽ നിന്ന് എടുത്ത് വയ്ക്കണം. എടുത്ത് വെച്ചാൽ നമ്മളിവിടെ അങ്ങനെ ഒരു പേപ്പറും കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് വയ്ക്കാം. പേപ്പർ ഇങ്ങനെ വയ്ക്കാം. കവർ ചെയ്യാം.
ഫ്രിഡ്ജിൽ വയ്ക്കാം. അപ്പോൾ എൻ്റെ പണി എല്ലാം കഴിഞ്ഞപ്പോഴത്തേനും ബീഫ് വന്നു. അപ്പോൾ അത് ബീഫ് ബിരിയാണി പീസാണ് വാങ്ങിയേക്കുന്നത്. ഇച്ചിരി വലിയ പീസായിട്ടാണ് വാങ്ങിച്ചേക്കുന്നത്. നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ കളഞ്ഞെടുക്കുക. എന്നിട്ട് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ 2.5 ഗ്ലാസ് അരിയാണ് എടുത്തത്. ഒരു 1/2 കിലോ അരി ഉണ്ടാവും. അതിലേക്ക് നമുക്ക് ഒരു 3/4 കിലോയുടെ ബീഫ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു 10-15 പീസ് ബീഫിൻ്റെ കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, എരിവുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, അതുപോലെ തന്നെ കുരുമുളക്, ഗരം മസാല, പിന്നെ തൈര്, ചെറുനാരങ്ങ നീര്, പിന്നെ ഞാൻ നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതും കൂടി ഇട്ട് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ ഒരു 1/2 മണിക്കൂർ നേരം ഇതൊന്ന് സെറ്റാവാൻ വെക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് അടച്ച് ഫ്രീസറിലോ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ നല്ല തണുപ്പുള്ള ഭാഗത്ത് വെക്കുക. ഇനി ബീഫിന് വേണ്ട മസാല തയ്യാറാക്കാം. അപ്പോൾ ഒരു 1/2 മണിക്കൂർ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പം ചീനിച്ചട്ടിയിലേക്ക് കുറച്ച് നേരത്തെ നമ്മൾ സവോള വറുത്തെടുത്ത എണ്ണയാണ്. അതിലേക്ക് നമ്മൾ ചോറ് വേവിക്കാനുള്ള എണ്ണ മാറ്റി വെച്ചു. അതിന് ശേഷം സവോള ഒരു 3-4 സവോള ഇതുപോലെ ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞെടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ 1/2 മണിക്കൂറിന് ശേഷം ഇതാ ഫ്രിഡ്ജിൽ നിന്ന് ബീഫ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേവിക്കാനുള്ള കുക്കറിൽ തന്നെ വെച്ചാൽ മതി. എന്നിട്ട് ഞാനിത് വഴറ്റിയെടുത്ത സവോള ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ആ എണ്ണയോട് കൂടെ തന്നെ അങ്ങ് ഇട്ട് കൊടുക്കുക. കാരണം നമ്മൾ ബീഫിൽ വേറെ എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ച മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കാം. രണ്ടും സമാസമം ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കുക. ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മേലെ ദമ്മിടുമ്പോൾ ഇടുകയും വേണം. അതുപോലെ തന്നെ കുറച്ച് ചോറ് വേവിക്കുമ്പോൾ ഇടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സവോള മാറ്റി വയ്ക്കണം, വറുത്ത സവോള മാറ്റി വയ്ക്കണം. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക. പാകത്തിന് ഉപ്പൊക്കെ ഉണ്ടോ നോക്കിയതിന് ശേഷം കുക്കറിൽ ഒരു 4 വിസിൽ വെച്ച് വേവിച്ചെടുക്കുക. അപ്പോഴത്തേനും ബീഫ് അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും. ഇപ്പം ഞാനിതാ ബീഫ് വേവിക്കാൻ വെച്ചു. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ 1 വിസിലും ലോ ഫ്ലെയിമിൽ 2 വിസിലും അങ്ങനെയാണ് വേവിക്കാൻ വെച്ചേക്കുന്നത്. ബീഫ് വെന്ത് വരുമ്പോഴേക്കും നമുക്കിതാ ചോറ് റെഡിയാക്കാം. അപ്പം ഞാനിവിടെ എണ്ണ എടുത്തേക്കുന്നത് സവോള വറുത്തെടുത്ത എണ്ണയാണ്. അപ്പോൾ അതിന് കണക്കാക്കിയിട്ടുള്ള എണ്ണ വേണം നമ്മൾ സവോള വറുക്കുമ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന അരി ഇട്ട് കൊടുക്കണം. അതിന് മുന്നേ നമുക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. ചൂടായി വന്നതിന് ശേഷം നമ്മൾ വറുത്തെടുത്ത് വെച്ചേക്കുന്ന അരിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായി വറുത്തെടുക്കുക. അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കുറച്ച് സവോള ഇടണം. തിളപ്പിച്ച വെള്ളമാണ് അത് പാകത്തിന് ഒഴിച്ചു കൊടുക്കുക. ഇപ്പം ഞാൻ 2.5 ഗ്ലാസ് അരിയാണെങ്കിൽ 5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് പാകത്തിന് ഉപ്പും ഇട്ടു നാരങ്ങ നീര് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക. ഇപ്പോൾ ഇതാ ബീഫ് വെന്ത് വന്നിട്ടുണ്ട്. ആവിയൊക്കെ പോയതിന് ശേഷം ഞാൻ തുറന്നു. ഇപ്പോൾ ഇത് ഇത്രയും വെള്ളമുണ്ട്. ഇത് നമുക്ക് വലിയൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണം. കാരണം നമ്മൾ ദമ്മ് കുക്കറിലാണ് ഇടുന്നത്. അപ്പോൾ ഞാനിത് വലിയൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. എന്നിട്ട് കുറച്ച് ഇതിൻ്റെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഞാൻ കുറച്ച് ഒന്ന് വറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സൈഡിൽ മോൻ സ്കൂളിൽ പോയിട്ട് വന്നു. അപ്പോൾ അവന് നന്നായിട്ട് ഉച്ചവരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ സ്കൂളിൽ പോയിട്ട് വന്നപ്പം വിശക്കുന്നുണ്ട്. അപ്പം ബീഫ് ബിരിയാണി ആവുന്നേ ഉള്ളൂ. അപ്പോൾ അവന് വേണ്ട സാധനങ്ങൾ ഉണ്ടാക്കി കഴിക്കുകയാണ്. അപ്പോൾ അവൻ ഉണ്ടാക്കുന്നത് ബ്രെഡ് പിസയാണ്. അപ്പോൾ ഇതാ അവൻ്റെ പിസ്സ ഓവനിൽ കൊണ്ടുപോയി വയ്ക്കുകയാണ്. ഓവനിൽ വെച്ച് അതിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷനിൽ പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേനും പിസ്സ റെഡിയാവും. ഇതാ ബ്രെഡ് പിസ്സ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ചോറ് വെന്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബീഫിൻ്റെ വെള്ളം ഞാൻ അവിടെ വറ്റിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ദം ചെയ്യാം. അപ്പോൾ ഇതാ നമ്മൾ ബീഫിൻ്റെ വെള്ളം കുറച്ച് വറ്റിക്കാൻ വെച്ചിട്ടുണ്ട്. പാകത്തിന് വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ചോറ് ഇട്ട് കൊടുക്കാം. ചോറ് ഇട്ട് കൊടുത്തതിന് ശേഷം തട്ടിപ്പൊത്തൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് നിരത്തി ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇതിൻ്റെ മേലേക്ക് നമുക്ക് കുറച്ച് സവോള വറുത്തതും കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ബാക്കിയുള്ള ചോറും കൂടി ഇട്ട് കൊടുത്ത് അതിൻ്റെ മേലേക്ക് ഇതുപോലെ തന്നെ സവോള ഇട്ട് കൊടുക്കാം. പരിപ്പും മുന്തിരിങ്ങയും നമ്മൾ നേരത്തെ വറുത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടില്ലേ, അതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുക്കറിൻ്റെ മേലത്തെ വിസിൽ ഊരിയതിന് ശേഷം ലോ ഫ്ലെയിമിൽ മേലേക്ക് ആവി വരാൻ വേണ്ടി മാത്രം ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക. ആവി വന്നതിന് ശേഷം ലോ ഫ്ലെയിമിൽ 15 മിനിറ്റ് നേരം ആവി കയറ്റിയെടുക്കാം. അതിനുശേഷം ഒരു അരമണിക്കൂർ കണക്കാക്കി വേണം വയ്ക്കാൻ വേണ്ടി. അരമണിക്കൂറിന് ശേഷം കുക്കറിൻ്റെ അടുപ്പ് തുറക്കാവുള്ളൂ. അതിനുശേഷം ചൂടോടെ സെർവ് ചെയ്യുക. ബിരിയാണി ആവി കയറി വരുമ്പോഴെങ്കിൽ നമുക്ക് കുറച്ച് ചമ്മന്തി അരച്ചെടുക്കാം. തേങ്ങയും ചെറിയുള്ളിയും പച്ചമുളകും മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇതവിടെ റെഡി ആയിട്ടുണ്ട്. അരമണിക്കൂറിന് ശേഷം ഇത് തുറന്നിട്ടുണ്ട്. ഇനി നമ്മളൊരു സൈഡിലോട്ട് ചോറൊക്കെ മാറ്റിയതിന് ശേഷം, അപ്പോൾ ഹസ്ബൻഡാണ് ചോറ് വിളമ്പുന്നത് എപ്പോഴും. അപ്പോൾ ഇതാ പുള്ളി ഇതിങ്ങനെ മാറ്റി ആദ്യം അണ്ടിപ്പരിപ്പ് ഇങ്ങനെ സൈഡിലോട്ട് വെച്ചു. അതിനുശേഷം ചോറ് സൈഡിലോട്ട് വയ്ക്കും. അത് കഴിഞ്ഞ ശേഷം നമ്മുടെ ബീഫും മസാല എല്ലാം കൂടെ പാത്രത്തിലേക്ക് ഇട്ട് ചോറും കൂടി ഇട്ട് തട്ടിപ്പൊത്തി നമ്മൾ ഇതിങ്ങനെ സെർവ് ചെയ്യും. അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പിന്നെ അച്ചാറുണ്ട്. എല്ലാം കൂടെ കൂട്ടി നമുക്ക് ഗംഭീരമായ ബീഫ് ബിരിയാണി കഴിക്കാം.
അപ്പോൾ നല്ല അടിപൊളിയായിരുന്നു ബീഫ് ബിരിയാണി. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല എളുപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ബീഫ് ബിരിയാണിയൊക്കെ കഴിച്ച് വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ ഇവിടെ മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ പൊടിക്കുന്ന സ്ഥലത്തു നിന്നാണ് വാങ്ങുന്നത്. അപ്പോൾ ഇന്നാൾ വരെ ഞങ്ങൾ നാട്ടിൽ പോയപ്പോൾ ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വരുമായിരുന്നു. നമുക്കിവിടെ പൊടിക്കുന്ന സ്ഥലമുണ്ട്. നാട്ടിലേക്കാളും നല്ല ടേസ്റ്റുള്ള മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ഇവിടെ കിട്ടും. അപ്പോൾ ഞങ്ങൾ അത് വാങ്ങിക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ ഒരു മാർക്കറ്റ് ഉണ്ട് നമുക്കടുത്ത്. ഇന്ന് അവധിയും കൂടെ ആയതുകൊണ്ട് നല്ല തിരക്കാണ്. അപ്പോൾ വൈകുന്നേരമായി. അപ്പോൾ എല്ലാവരും സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി ഇങ്ങനെ വഴിയോരങ്ങളിലിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കിട്ടും. അതുപോലെ തന്നെ വിലയും കുറവായിരിക്കും. നമ്മൾ കുറച്ചധികം വാങ്ങിക്കുവാണെങ്കിൽ നല്ല ലാഭത്തിൽ വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ ഈ മാർക്കറ്റ് ഏരിയ കഴിയുമ്പോഴാണ് ഈ പൊടികൾ വയ്ക്കുന്ന മില്ല് വരുന്നത്. അപ്പോൾ അവിടെ നമ്മൾ മുളകും മല്ലിയൊക്കെ ഉണക്കി കൊണ്ടുപോയി കൊടുക്കുകയാണെങ്കിൽ അവർ പൊടിച്ചും തരും. ഗോതമ്പൊക്കെ പൊടിച്ച് കൊടുക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ മില്ലിൻ്റെ അവിടെ എത്തി. ഇപ്പോൾ ഇനി മല്ലിപ്പൊടി മുളക് പൊടി മാത്രമേ ഞാൻ വാങ്ങിച്ചുള്ളൂ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.